Malabar Gold and Diamonds presents Nuva, nature's finest creations. മൂവാറ്റുപുഴ നഗരസഭയുടെ അറവുശാലയിൽ നിരവധി തവണ ഉദ്ഘാടനങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ യാതൊരു സംവിധാനങ്ങളും പ്രവർത്തന സജ്ജമായിട്ടില്ല. ഏറെ കൊട്ടിഘോഷിച്ച് നഗരത്തിൽ ആരംഭിച്ച അത്യാധുനിക അറവുശാലയാണ് ഉപയോഗശൂന്യമായി ഇപ്പോഴും തുടരുന്നത്. വെൽനസ് സെന്ററും ഓഡിറ്റോറിയവും വരുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെ അതിനും യാതൊരു നടപടിക്രമങ്ങളും ആയിട്ടില്ല. ഏറെ കൊട്ടിഘോഷിച്ച് നഗരത്തിൽ ആരംഭിച്ച അത്യാധുനിക അറവുശാല 8 തവണയാണ് വിവിധ ഘട്ടങ്ങളിലായി ഉദ്ഘാടനം നടത്തിയത്. എന്നാൽ വിഭാവനം ചെയ്ത പോലെ ഒരിക്കലും പ്രവർത്തിപ്പിക്കാൻ അധികാരികൾക്ക് സാധിച്ചില്ല. മാലിന്യ പ്രശ്നത്തെ തുടർന്ന് 1.5 പതിറ്റാണ്ട് മുൻപ് അടച്ചുപൂട്ടിയ ഈ കേന്ദ്രം മിനി ടൗൺ ഹാളാക്കുമെന്നും പിന്നീട് വെൽനസ് സെന്റർ ഒരുക്കുമെന്നും നഗരസഭാ ഭരണസമിതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല. കേന്ദ്ര സഹായത്തോടെ 2 കോടിയോളം രൂപ ചെലവഴിച്ച് 2 പതിറ്റാണ്ട് മുൻപ് ആരംഭിച്ച അത്യാധുനിക അറവുശാല എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലാണിപ്പോൾ. ഇതിൽ സ്ഥാപിച്ചിരുന്ന യന്ത്രങ്ങളും മറ്റ് വിലപിടിപ്പുള്ള സംവിധാനങ്ങളൊന്നും ഇതിനുള്ളിലില്ല. കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ അറവുശാല പുനരാരംഭിക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കെട്ടിടം നഗരത്തിലെ 2ാമത്തെ മിനി ടൗൺ ഹാളാക്കി മാറ്റാൻ 4 വർഷം മുൻപ് തീരുമാനിച്ചത്. ബജറ്റിൽ 10 ലക്ഷം രൂപ വകയിരുത്തി. 30 ലക്ഷം രൂപ കൂടി ചെലവഴിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും ഒന്നും നടന്നില്ല. പുതിയ ഭരണസമിതി അധികാരമേറ്റപ്പോൾ ഇവിടെ വെൽനസ് സെന്റർ ആരംഭിക്കുമെന്ന പ്രഖ്യാപനമെത്തി. എന്നാൽ മുൻപത്തെ പോലെ ഇതും വെറും പ്രഖ്യാപനത്തിലൊതുങ്ങി. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പദ്ധതി മറ്റൊന്നായി പരിവർത്തനം ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതിയും നിരവധി നിയമപരമായ കടമ്പകളും കടക്കേണ്ടതുണ്ട്. ഇത്തരം ഒരുക്കങ്ങളൊന്നും നടത്താതെയാണ് ഭരണസമിതികൾ മാറി മാറി പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. നിലവിൽ കാട് കയറി മൂടിയ അവസ്ഥയിലാണ് ഈ പ്രദേശം. കോടികൾ വിലമതിക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയടക്കം തകർച്ചയുടെ വക്കിലാണ്. അറവുശാലയ്ക്ക് വേണ്ടി എത്തിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾ മുഴുവൻ തുരുമ്പെടുത്ത് നശിക്കുകയോ മോഷ്ടാക്കൾ കവർന്നു കൊണ്ടുപോകുകയോ ചെയ്തു. നഗരസഭയുടെ വിലപ്പെട്ട സ്വത്തും ഭൂമിയും നശിച്ചു പോകുമ്പോഴും ശാശ്വതമായൊരു പരിഹാരം കാണാതെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് അധികൃതർ. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.